ഹായ് കൂട്ടുകാരെ, നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. എങ്ങും പോയതല്ലേ, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ബാക്ക് ടു ദ ചാനൽ. നമുക്ക് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി എൻഗേജിങ് ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പം ഇതിനെല്ലാം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന സജഷൻസൊക്കെ ഫോർവേഡ് ചെയ്യാം. അതനുസരിച്ചിട്ട് ഞാൻ വീഡിയോസും കുറേ കൂടെ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെൻ്റെ കൂടെ കൂടിക്കോ. നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏത്തയ്ക്കാപ്പമാണ്. അതെ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഏത്തയ്ക്കാപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 നേന്ത്രക്കായ എടുത്ത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന മാവിന് 1 കപ്പ് ഗോതമ്പ് പൊടി, അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിക്കകത്ത് 1 ടേബിൾ സ്പൂൺ മധുര, അതായത് പഞ്ചസാര, 3-4 ഏലക്ക, ഇച്ചിരി ചെറിയ ജീരകം എല്ലാം കൂടി ഇട്ട് പൊടിച്ച് ഞാൻ ഈ പൗഡറിനകത്തോട്ട് തട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് മറന്നുപോയൊരു കാര്യമുണ്ട്, മഞ്ഞൾപ്പൊടി ഞാൻ പിന്നെ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ മഞ്ഞ കളറായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ ഒരു രീതിയിലോട്ട് നമ്മൾ മാവിനെ കലക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ഈ പാനിനകത്തോട്ട് നമ്മൾ ചൂട് ആകാൻ വേണ്ടി വെച്ചതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കറക്റ്റ് ചൂടായിട്ടുണ്ടോ എണ്ണ എന്നുള്ളത് നമ്മൾ നോക്കുക. എന്നിട്ട് പഴംപൊരി ഓരോന്നോരോന്നിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്കാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.